ബലാത്സംഗ കേസിൽ കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ നടൻ സിദ്ദിഖ് രക്ഷപ്പെട്ടത് ഇന്നലെ പുലർച്ചെയെന്ന് സൂചന. 3:30-ഓടെ സിദ്ദിഖ് പടമുകൾ പാലച്ചുവട് ജംഗ്ഷൻ വഴി കാറിൽ പോകുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. സ്വന്തം വാഹനം ഒഴിവാക്കി മകന്റെ പേരുള്ള വാഹനത്തിലാണ് സിദ്ദിഖ് കടന്നതെന്നാണ് സൂചന. സിദ്ദിഖിന്റെ മകന്റേതിന് സമാനമായ വാഹനം കടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അൽ അമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അൽ അമീൻ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ഇതേക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഈ വാഹനം ഇപ്പോൾ മകന്റെ കൈവശമോ അല്ലെങ്കിൽ സിദ്ദിഖിന്റെ 2 വീടുകളിലോ ഇല്ലാത്ത ഒരു സാഹചര്യം കൂടിയാണോ ഉള്ളത്? മെനിഞ്ഞാന്ന് വൈകുന്നേരം വരെയും പടമുകളിലെ വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. രാത്രിക്ക് ശേഷം അദ്ദേഹം മാറി എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയതും. അതിനിടയിലാണ് ഇന്നലെ പുലർച്ചെ 3:30യോടുകൂടി പടമുകൾ പാലച്ചുവട് ജംഗ്ഷനിൽ വെച്ച് സിദ്ദിഖിനെ കണ്ടു എന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നത്. സ്വന്തം വാഹനത്തിലായിരുന്നില്ല സിദ്ദിഖ് യാത്ര ചെയ്തിരുന്നത്, ഒരു വാഹനത്തിൽ പോകുന്നതായി കണ്ടു എന്നുള്ളതാണ് വിവരം ലഭിച്ചത്. ഏകദേശ സമയവും വണ്ടിയുടെ രൂപവും ഏത് ബ്രാൻഡ് വണ്ടിയാണ് എന്നടക്കമുള്ള ചില വിവരങ്ങൾ കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആ ലഭിച്ച വിവരങ്ങൾ സാധൂകരിക്കുന്ന തരത്തിൽ അതേ സമയത്ത് ഒരു വാഹനം കടന്നു പോകുന്നുണ്ട്. ആ വാഹനം സിദ്ദിഖ് സാധാരണ ഉപയോഗിക്കുന്ന വാഹനമല്ല. അതേസമയം സിദ്ദിഖിന്റെ മകൻ ഏതാണ്ട് ഒരു 6-7 മാസം മുൻപെടുത്ത പുതിയൊരു വാഹനത്തിന് സമാനമായ രീതിയിലാണ് ആ വാഹനം. അതിലായിരിക്കാം ഒരുപക്ഷെ സിദ്ദിഖ് കടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. സാധാരണ ഷൂട്ടിംഗ് തിരക്കോ മറ്റ് യാത്രകളൊക്കെ ഉള്ളപ്പോൾ ഈ പുലർച്ചെയും അതിരാവിലെയും പാതിരാത്രിയും ഒക്കെ സിദ്ദിഖിനെ ആ പരിസരത്ത് സ്ഥിരമുള്ള ആളുകൾ, ആ പ്രദേശവാസികൾ അങ്ങനെ കാണാറുണ്ട്, പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ പുലർച്ചെ അങ്ങനെ കാണുമ്പോഴും അതിലൊരു അസ്വാഭാവികത അവർക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ അതിനുശേഷമാണ് ഈ ജാമ്യ ഹർജി തള്ളിയതുമായി ബന്ധപ്പെട്ട വാർത്തയും സിദ്ദിഖ് ഒളിവിൽ പോയി എന്ന വിവരമൊക്കെ പുറത്തു വരുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു വിവരം ലഭിക്കുന്നതും. അത് പരിശോധിച്ചപ്പോൾ അതിന് സമാനമായുള്ള അല്ലെങ്കിൽ അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയും നമുക്ക് ലഭിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളിലുള്ള വാഹനം നമ്മൾ മനസ്സിലാക്കുന്നത് സിദ്ദിഖിന്റെ മകന്റെ പേരിലുള്ള വാഹനം എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ആ വാഹനം സിദ്ദിഖിന്റെ 2 വീട്ടിലുമില്ല, ആലുവയിലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പടമുകളിലെ വീട്ടിലോ ഇല്ല. പക്ഷേ ഇന്നലെ സിദ്ദിഖിന്റെ മകൻ അഭിഭാഷകനെ കാണാനായി എത്തിയപ്പോൾ അഭിഭാഷകന്റെ ഓഫീസിലേക്ക് എത്തിയത് ഈ വാഹനത്തിലാണ്, മകന്റെ പേരിലുള്ള ഈ വാഹനത്തിലാണ് എത്തിയത്. അങ്ങനെയാണെങ്കിൽ സുജയ്, നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഈ മകന്റെ വാഹനത്തിൽ, സ്വന്തം വാഹനം ഉപേക്ഷിച്ച് മകന്റെ വാഹനത്തിൽ ഏതോ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം ആ വാഹനം മകൻ തന്നെ ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടാകണം. ഇനി അതല്ല എങ്കിൽ ഈ വീട്ടുപരിസരത്ത്, പടമുകളിലെ പാലച്ചുവട് എന്ന് പറയുന്നത് സിദ്ദിഖിന്റെ വീട്ടിന്റെ പരിസരം കൂടിയാണ്. പക്ഷേ വീടിനവിടെ നിന്ന്, ഈ പടമുകളിലെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വരികയായിരുന്നില്ല, മറ്റൊരു വഴിക്കാണ്. ഈ പാലാരിവട്ടം ഭാഗത്ത് നിന്ന് സീപോർട്ട് എയർപോർട്ട് ഭാഗത്തേക്കുള്ള റൂട്ടിനിടയിലുള്ള CCTV ദൃശ്യം കൂടി നമുക്ക് ലഭിച്ചത്. ആ റൂട്ടിലാണ് സിദ്ദിഖിനെ ഇന്നലെ പുലർച്ചെ ചിലർ കണ്ടതായി വിവരം ലഭിച്ചത്. ഒന്നുകിൽ സിദ്ദിഖ് ഈ വാഹനത്തിൽ പോയി അദ്ദേഹം കൊച്ചിയിൽ തന്നെ ഉണ്ടാകണം. ഇനി അതല്ല എങ്കിൽ മകന്റെ വാഹനത്തിലോ മറ്റോ പോയതിനു ശേഷം മറ്റു വാഹനത്തിൽ മാറിയിട്ടുണ്ടാകണം, ആ സംസ്ഥാനം വിടുകയോ മറ്റിടങ്ങളിലേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഭാഗത്ത് കൊച്ചിയിൽ തന്നെ സുരക്ഷിതമായ ഒരിടത്ത് സിദ്ദിഖ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായാലും സ്വന്തം വാഹനം സിദ്ദിഖ് ഉപേക്ഷിച്ചാണ് യാത്ര നടത്തിയതെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇത് 2 ദിവസമായി സ്വിച്ച് ഓഫ് ചെയ്തിരുന്ന സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ ഇന്ന് രാവിലെ, അതിൽ മൊബൈൽ ഫോണുകളിൽ ഒരെണ്ണം ഇന്ന് രാവിലെ ഓണാവുകയും ചെയ്തിരുന്നു. സാധാരണ സിനിമാ മേഖലയിലുള്ളവരുമായും മറ്റും ബന്ധപ്പെടുന്ന അതിനുപയോഗിക്കുന്ന ഒരു നമ്പറാണ് ഇന്ന് രാവിലെ ഓണായത്. കുറേ നേരം എൻഗേജ്ഡ് ആയിരുന്നു, ഒരുപാട് നേരം ബിസി ആയിരുന്നു. അതിനുശേഷം നമ്പറും വീണ്ടും സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ആരെങ്കിലുമായി ഏതെങ്കിലും വിഷയത്തിൽ ഒരു ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ആയിരിക്കണം സിദ്ദിഖ് ഈ നമ്പർ ഓൺ ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇന്നലെയൊക്കെ കേസിന്റെ തുടർ നടപടികൾക്കൊക്കെ വേണ്ടി സിദ്ദിഖിന്റെ മകനാണ് അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയതും സിദ്ദിഖിന്റെ സുഹൃത്തുക്കളാണ് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തിയതും. ഇന്നിപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിൽ നിന്ന് ഏതെങ്കിലും വിവരം അഭിഭാഷക സംഘത്തിനോ ആർക്കെങ്കിലും നൽകുന്നതിന് വേണ്ടി ആയിരിക്കണം ഒരുപക്ഷെ ആ നമ്പർ ഓൺ ചെയ്തിട്ടുണ്ടാവുക. ആവശ്യം കഴിഞ്ഞ നമ്പർ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഒരു ഒളിച്ചുകളി സിദ്ദിഖ് നടത്തുമ്പോഴും സിദ്ദിഖ് എവിടെ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതിൽ നിന്ന് 2 കാര്യങ്ങൾ കൂടി നമുക്ക് വായിച്ചെടുക്കേണ്ടതുണ്ട്. ഒന്നുകിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനോ പോലീസിനോ കണ്ടെത്താനാകാത്ത വിധം അത്രമേൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് സിദ്ദിഖ് മാറിയിട്ടുണ്ട്. ഇനി അതല്ല എങ്കിൽ പോലീസിന് കൃത്യമായ വിവരമുണ്ടാകും. സുപ്രീം കോടതിയിൽ പോയിക്കോട്ടെ, സുപ്രീം കോടതിയുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ, അതിനുശേഷം മതി നടപടിയെന്തൊരു നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടാകും. ഒരു കണ്ണടച്ചിട്ടുണ്ടാകും കുറച്ചു നേരത്തേക്കെങ്കിലും പോലീസ് എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാനാകുന്നത്. ഏതായാലും സ്വന്തം വാഹനം ഉപേക്ഷിച്ചാണ് സിദ്ദിഖ് യാത്ര ചെയ്തത് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് സുജിയ.
അലമീൻ, അതായത് അധിക ദൂരമൊന്നും പോകാതെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ആ ജാമ്യം നേടിയെടുക്കുന്നത് വരെയുള്ള ഒരു സമയം അത് സിദ്ദിഖിന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന തരത്തിലാണോ ഇപ്പോൾ ഈ മുങ്ങൽ അടക്കം നമ്മുടെ മുന്നിലേക്ക് ദൃശ്യങ്ങളായി വരുമ്പോൾ ബോധ്യപ്പെടേണ്ടത്? അക്കാര്യത്തിൽ സംശയമില്ല സുജയ. കാരണം അന്വേഷണ സംഘത്തിന് പോലീസിന് സിദ്ദീഖിനെ പിടിക്കണമെങ്കിൽ സിദ്ദീഖിനെ പൂട്ടണമെന്ന ആത്മാർത്ഥമായൊരു താല്പര്യം അവർക്കുണ്ട് എങ്കിൽ സ്വാഭാവികമായും ഇതിനോടകം സിദ്ദീഖ് എവിടെ എന്നെങ്കിലും അവർക്ക് ട്രേസ് ചെയ്യാനായേനെ. കാരണം വിമാനത്താവളം വഴി പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വിമാനത്താവളത്തിൽ നിന്നുള്ള രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സിദ്ദീഖിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുൻപ് അവസാനമായി സംസാരിച്ചത് ആരുമായിട്ടാണെന്നൊക്കെ CDR എടുത്താൽ തന്നെ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കാവുന്നതേ ഉള്ളൂ. അത്തരം ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ തന്നെ സിദ്ദീഖ് എവിടെ എന്നുള്ളതിൽ ഒരു തുമ്പ് ലഭിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനൊന്നും പോലീസ് മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. എന്ന് മാത്രമല്ല, ഈ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ നിർദ്ദേശം നൽകിയെന്ന് പറയുമ്പോഴും കേസ് രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് തിരിച്ചു എന്ന് പറയുമ്പോഴും കൊച്ചി പോലീസ് വ്യാപകമായി വലവിരിച്ച് പരിശോധന നടത്തുന്നു എന്ന് പറയുമ്പോഴും എവിടെയാണ് വല വിരിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. അങ്ങനെ ഒരു ചടുലമായ നീക്കം പോലീസ് നടത്തിയതായി ഒരു കൃത്യതയും നമുക്ക് ലഭിക്കുന്നുമില്ല. എന്ന് മാത്രമല്ല, സിദ്ദീഖ് സാധാരണ ഉണ്ടാകാറുള്ള വീടുകൾ, സാധാരണ പോകാറുള്ള ഇടങ്ങൾ, അവിടേക്കൊന്നും വ്യാപകമായ നിലയിൽ ഒരു പരിശോധനയോ അന്വേഷണമോ ആ അർത്ഥത്തിൽ പോലീസ് നടത്തിയിട്ടില്ല. അങ്ങനെ നടത്താതെ സിദ്ദീഖ് എങ്ങനെ ഒളിവിൽ പോയി എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തി എന്നത് ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനൊരു മറുപടി അവർക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഊഹിക്കുന്നത് സ്വാഭാവികമായും കുറച്ചു നേരത്തേക്കെങ്കിലും പോലീസ് കണ്ണടച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള പടമുകളിലെ വീട്ടിൽ നിന്നും സിദ്ദീഖ് മകന്റെ വാഹനത്തിൽ പോകുന്ന ദൃശ്യങ്ങളാണിതെന്ന് കരുതാം. മകന്റെ പേരുള്ള വാഹനത്തിലായിരിക്കാം രാവിലെ കടന്നത്. രാവിലെ ഈ വാഹനത്തിൽ പോകുന്നത് അല്ലെങ്കിൽ ഈ വാഹനം കണ്ട ആളുകളുമുണ്ട്. അന്വേഷണ സംഘത്തിന് ഇതും ഉപയോഗപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.